അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളരിക്ക വിളവെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ വീണ്ടും വെള്ളരിക്കയുമായിട്ട് വന്നിരിക്കുക കേട്ടോ. ഈ വെള്ളരിക്കയുടെ വിളവെടുപ്പാണ്. വിഷുവിന് ചന്തയിൽ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇത് വെളുപ്പിന് 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ വിളവെടുപ്പ് കണ്ടാലോ. ഈ ഭാഗത്തേക്ക് ആവശ്യക്കാർക്ക് കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നാണ് മൊത്തം പറിക്കുന്നത്. അപ്പം നമുക്ക് കാണാം കേട്ടോ ഇതിൻ്റെ വിശേഷങ്ങൾ. ആണ് നമ്മുടെ വെള്ളരിക്ക കൃഷി ചെയ്യുന്ന ഏച്ചാണ് കേട്ടോ. നമുക്ക് വിളവെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളരിക്ക വിളവെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര നാളെടുത്ത് ഇത്? മൂന്നാമത്തെ. ഇത് നമുക്കിപ്പോ വിഷുവിനേക്കല്ലേ? ആ, നമുക്കിത് എത്ര തൂക്കം വരെ? അത് കൊള്ളാലോ, അതൊരു ഷേപ്പ്. അതെന്തോ 2 പേരാ കേട്ടോ, 2 പേരായിരുന്നു തോന്നുന്നു. അതിന്റെ ഷേപ്പ് കേട്ടോ, അത് വെറൈറ്റി കിട്ടൂ. ഇത് കണ്ടോ, ലവ് ഷേപ്പിലൊരു പിടിച്ച് എന്താ, ലവ് ഷേപ്പിലൊരു വെള്ളരിക്ക കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 2 എണ്ണമാണ്, 2 എണ്ണം ആവശ്യം. അത് ലവ് ഷേപ്പിൽ. ആരായിരിക്കും ഇത് വാങ്ങിക്കുന്ന ആള്? മൊത്തം ഇന്ന് വിളവെടുക്കുവാണോ? ആ ആ, എവിടെ ഉണ്ടോ? ആ ആ, അപ്പൊ ഇതിന്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പൊ അതോടെ ഇന്ന് നമുക്ക് പോയി കാണാവേ. അത് വേറൊരു ടൈപ്പാന്ന് പറയുന്നു. അപ്പൊ മൊത്തം എടുക്കുന്നില്ലെന്ന് കേട്ടോ, വിളവെടുക്കുന്നില്ലെന്ന്. വളം എന്തോ ചെയ്യുന്ന ഇതിന്? ആദ്യം ഒറ്റ വളമേ ഉള്ളൂ, കാരണം പിന്നീട് വളം ഇടാം. പടന്നു കഴിഞ്ഞാൽ പിന്നെ വളം ഇടാൻ പറ്റത്തില്ല. ഈ കോഴിക്കാഷ്ടം ചാണകം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടും. ഒറ്റ പ്രാവശ്യത്തെ വളം ഇടാം. ഇത് പടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൂടെ കയറി ഇറക്കാൻ പാടാ. മേടിക്കത്തില്ല. അവിടെ കൊടുക്കുന്നത് പൊട്ടിപ്പോ. പ്രത്യേകിച്ച് വിഷു ആകുമ്പോഴേ ഒരു പരിധി വരെ പോകും. കഴിഞ്ഞ ആഴ്ച 10 രൂപ പോലും ഇല്ല. ഇതിപ്പോ ഇനി പൊട്ടാൻ സമയമായി. പിന്നെ ഇത് ഈ കളർ ഒരിക്കലും ഇങ്ങനെ ആകുന്നല്ല, നല്ല ചുമന്ന കളറല്ലേ. ഇത് അടുത്ത ഭാഗമാണ്, സെക്കൻഡ്.
ഇപ്പൊ ഒത്തിരി പേര് ഈ കൃഷി രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നല്ലേ? ആ ഇവിടെ ഇപ്പൊ ഈ ഭാഗത്തൊക്കെ ഒത്തിരി. നമുക്കിത് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നതാണോ അതോ? അല്ലല്ല, ഞാൻ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ തന്നെ സ്വന്തം. സ്വന്തം. നമുക്ക് ഒരെണ്ണം എത്ര കിലോ വരെ മാക്സിമം കിട്ടുമായിരിക്കും ഇത്? ഇപ്രാവശ്യത്തെ എല്ലാം ഭയങ്കര വലിപ്പമുള്ളതാണ്. 1 കിലോയിൽ കുറഞ്ഞൊക്കെ ചുരുക്കം, എല്ലാം മിനിമം 1 കിലോ തൊട്ട് മുകളിലോട്ടുള്ളത്. ഇതിന് മുന്നേ ഇപ്പൊ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ടോ വെള്ളി? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ പൊതുവെ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട ആണ്, ഞാൻ അതാ കണ്ടിട്ടുള്ള. ഞാൻ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വിഷു സമയത്ത് വെള്ളരി വിളവെടുപ്പ്. ഒരു കർഷകൻ്റെ വേദനയാണ് കേട്ടോ ഇത്. 1 കിലോയ്ക്ക് കടയിൽ കിട്ടുന്ന 10 രൂപയാണെന്ന് ഇവർക്ക്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ലാഭമുണ്ടല്ലേ. ഭയങ്കര കഷ്ടമാണ് കർഷകരുടെ അല്ലേ. ചുമ്മാ അല്ല ഈ രംഗത്തോട്ട് എല്ലാവരും ഇറങ്ങാൻ മടിക്കുന്നതിന് വീട്ടാവശ്യങ്ങൾക്ക് മാത്രം കൃഷിയായിട്ട് എടുക്കാനൊക്കെ അല്ലേ. ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഇവിടുന്ന് അവർ കൊണ്ടുപോകുമ്പം കൊണ്ടു കൊടുക്കുന്ന വണ്ടിക്കൂലി, പിന്നെ ഇത് വലുതും ചെറുതും എല്ലാം തിരിഞ്ഞ് അങ്ങനെയൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന കേട്ടോ. കഴിഞ്ഞ ദിവസം 180 കിലോ കൊണ്ട് കൊടുത്തെന്ന്. ഇത്രയും വിളവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാവേ. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാവേ. ഇതില്ലേ അത് വേറൊരു നീളനല്ലേ? ആ ആ അതെ, വേറൊരു ടൈപ്പ്. നമ്മൾ അവിടെ കണ്ട കണക്കല്ല കേട്ടോ, ഇത് വേറൊരു ടൈപ്പാ. കൂടുതലും ഇതിങ്ങനെ കിടക്കുന്നതായിരിക്കും സേഫ് അല്ലയോ? കാട് കളയാത്ത. ആ ആ കാട്. ആ ഇത് നടുന്നതിന് മുന്നേ ഒറ്റ വളവും ചെയ്യും, കാടും കളയരുതെന്ന് കേട്ടോ. കാട്ടിലിങ്ങനെ കിടന്ന് മത്തങ്ങായും ഒക്കെ അങ്ങനെയല്ലേ? ആ ഇപ്പം ഇതാണ് കേട്ടോ നല്ല നീളം വെള്ളരിക്ക. അപ്പം നമ്മുടെ വെള്ളരിക്ക കടയിൽ കൊടുക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ, എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. നാളെ വിഷു ആയിക്കൊണ്ട് കൊടുക്കാനാണ് കണിവെള്ളരി.